അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടനാടല്ല, കുമരകമല്ല, നമ്മുടെ സ്വന്തം ഏനമാവിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. കടവ്. ഇവിടെ പ്രത്യേകത എന്താ വെച്ചല്ലേ, നമ്മൾ കുമരകത്തും അതുപോലെ തന്നെയുള്ള ഈ ഹൗസ് ബോട്ട് ആലപ്പുഴയൊക്കെ കാണുന്ന അതേ ശൈലിയിലുള്ള രീതിയിലാണ് ഇവിടെ. ഞങ്ങൾ ഞെട്ടിച്ച് കാഴ്ചകളാണ് ഇവിടെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. കാരണം അത്ര രസകരമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം വലിയ പുഴ പോലെ ഉണ്ട്. കാരണം അത്യാവശ്യം വലിയ പുഴയാണ്. നമ്മൾ ഈ കുമരകത്തും അതുപോലെ ആലപ്പുഴയൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഹൗസ് ബോട്ട്സും ഉണ്ട്. അതേപോലെ തന്നെ ഒരു ദ്വീപുകളായിട്ട് കെട്ടിയിട്ടുള്ള മതിലിന്റെ വെള്ള പെയിന്റാണ് നമ്മൾ വിചാരിക്കുക ആലപ്പുഴയാണ്. പക്ഷെ ആലപ്പുഴയല്ല. കാരണം നമ്മൾ ഇവിടെ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ആലോചിക്കാം, അത്രയും രസകരമായിട്ടുള്ള കാഴ്ചകളായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ ഒരു ഇരുമ്പ് പാലം ഉണ്ട് ഇവിടെ. ആ ഇരുമ്പ് പാലം സാധാരണ നമ്മൾ ഇരുമ്പ് പാലത്തിൽ കൂടെ ആൾക്കാർ പോകുന്ന മാത്രമല്ല, സ്കൂട്ടറിന് പോകാനുള്ള ഇരുമ്പ് പാലാണ്. വരെ പോകാൻ പറ്റുന്ന ഇരുമ്പ് പാലം. അടിപൊളിയായിട്ട് എന്താ നമുക്ക് ഈ ഇരുമ്പ് പാലത്തൂടെ ഒന്നും നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. New city lights, they shine for my face. Another passport stamp, I love the chase. From market hustle to the ocean breeze, this feeling put my restless mind at ease. See the world through my own eye, oh. Got a good vibe, I no feel like, oh. We just they move to the rhythm, oh. Yeah, we just they leave it, oh. Yeah, we just they leave it, oh. അപ്പൊ ഇതാണ് ഇരുമ്പ് പാല. നല്ല രസമാണ്. കാരണം വെച്ചാൽ ഈ ചൂട് സമയത്ത് കൂടെ നല്ല കാറ്റാണ് ഇവിടെ. അപ്പൊ ഈ പണി ഇതിങ്ങനെ ആലോചിച്ച് നോക്കി എന്ത് ഭംഗിയായിട്ടല്ലേ സാർ പണി ഇതിലേക്കും ഒരു ഇസഡ് രീതിയിലാണ് 3 സൈഡിലായിട്ട് വെച്ചിട്ടുള്ളത്. അടിഭാഗത്താണെങ്കിൽ നല്ല ഇരുമ്പിന്റെ തന്നെ പ്ലേറ്റ് ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഇരുമ്പാട്ടോക്ക്. ഉരുക്കുന്ന തന്നെ നമ്മുടെ റെയിൽവേയുടെ ഒക്കെ പാലങ്ങളൊക്കെ പണിയില്ല, അങ്ങനത്തെ ഉരുക്ക്. ഈ സാധനത്തിന്റെ പ്രത്യേകിച്ച് തുരുമ്പ് പിടിക്കില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അത് മാത്രല്ല, ഈ പാലം കാണുമ്പോൾ കുറെ സിനിമകളിലൊക്കെ പാട്ട് സീനോ അങ്ങനെയൊക്കെയുള്ള സീനുകളൊക്കെ കണ്ടപോലെ തോന്നുന്നുണ്ട്. അപ്പൊ നോക്കിയേ എന്ത് വലിയ വെള്ളം നോക്കിയാ. നമ്മൾക്ക് ഇങ്ങനെ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഞങ്ങളോട് നിന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന്. ആലോചിക്കുക, ഈ സമയത്ത് ഇവിടെ ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലൊരു പ്ലേസ് നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടാവും തൃശ്ശൂർ ജില്ലയില്. കറക്റ്റ് ആട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇതിന്റെ മുകളിൽ ഇതിന്റെ സെന്ററിലായിട്ട് നമ്മൾ വന്നിട്ട് ഇവിടെ ഈ പാലം കിടന്ന് ആറിന് പോലെ തോന്നുന്നു. താഴത്തേക്ക് നോക്കുമ്പോ വണ്ടി വന്നെ വൈബ്രേഷൻ വൈബ്രേഷൻ. അതെ, എന്തായാലും അച്ഛാ തെങ്ങള് നോക്കിയാ തെങ്ങ് ഒരുമാതിരി അങ്ങോട്ട് വളഞ്ഞ് ഇങ്ങോട്ട് വളഞ്ഞൊരു ഷേപ്പ് ഇല്ലാതെ നേരെ അല്ലല്ലോ ശരിക്കും തന്നെ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ വെള്ളത്തിന്റെ തണുപ്പ് കിട്ടുന്നുണ്ട് അവർക്ക്. അപ്പൊ അതിന് വേണ്ടിട്ട് തെങ്ങ് ഇങ്ങോട്ട് വരും ഇങ്ങനെ. അത് ഈ കടപ്പുറത്തുള്ള തെങ്ങാണെങ്കിലും ഈ കായലിന്റെ തീരത്തുള്ള തെങ്ങാണെങ്കിലും ശ്രദ്ധിച്ചു നോക്കി അറിയാം, സ്ട്രെയിറ്റ് പോവില്ല. ആ കായലിന്റെ അവിടേക്ക് വളഞ്ഞിട്ടേ വരുള്ളൂ. എന്തായാലും ഇപ്പൊ അതിനോട് സ്കൂട്ടർ മാത്രമേ പോകുള്ളൂ. കാരണം അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലാണിത്, കടപ്പാലം പോലെ പാലം. അപ്പൊ അതുകൂടെ ഇരുമ്പിന്റെ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി സ്കൂട്ടർ കാർ ബസ് ഒന്നും പോയില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗുരുവായൂർ മേൽപ്പാലം ഉണ്ടല്ലോ, ആ മേൽപ്പാലത്തിന് മുകളിൽ ബസ് കയറി ഇറങ്ങുമ്പോ തന്നെ നമുക്ക് ആ കഴിവിയുടെ അപ്പുറത്ത് നിൽക്കുവാനാ അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഹൗസ് ബോട്ടിന്റെ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോകാൻ പറ്റുമോ നോക്കി നോക്കാം. അപ്പൊ ഇത് ഈ കാണുന്ന കണ്ടല്ലോ, ഇതൊരു കൂന്തൾ എന്ന് പറഞ്ഞൊരു മത്സ്യമല്ലേ, കൂന്തൾ എന്ന് പറഞ്ഞിട്ടുള്ള അത് എന്ത് രസമാണ് കാണാനായിട്ട്. നമ്മൾ ചില ഈ വീഡിയോസിൽ മാത്രമാണ് ഇട്ടുള്ളത് ഈ സംഭവങ്ങളൊക്കെ, ചില ഇംഗ്ലീഷ് വീഡിയോസിൽ അതേപോലെ തന്നെ അക്വേറിയത്തിൽ മാത്രമേ ഇട്ടുള്ളൂ. പക്ഷെ നമ്മൾ ശരിക്കും ഇത് അടിത്തട്ടിലുണ്ടാവാന്നല്ലേ പറയാ വെള്ളത്തിന്റെ. ഇതിപ്പോ എങ്ങനെ മുകളിലേക്ക് വന്നു തന്ന് അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എങ്ങനെ വന്നാണോ മുകളിലേക്ക് കണ്ടിലേക്ക് ബോട്ടിംഗ് ഒക്കെ പോണേക്ക് എന്ത് രസമായിട്ട് കാണാൻ വയ്ക്കാം. കൊള്ളാലേ അച്ഛാ. ഇത് ഇവിടെ അച്ഛാ ഇവിടെ ഇങ്ങനെ സംഭവം കൂടി ഉണ്ട്. ഇങ്ങനെ ടൂറിസ്റ്റേഴ്സിനൊക്കെ ഇങ്ങനെ ബോട്ടിൽ കയറ്റിട്ട് ഇങ്ങനെ സഫാരി പോലെ ഇങ്ങനെ കൊണ്ടുനടക്കണം. നമ്മള് ചില സ്ഥലത്ത് കാണില്ല, അത് ഇവിടെ ഉണ്ട് ഈ പരിപാടി. നമ്മളൊക്കെ ഇവിടെ ഇരുന്നപ്പോ ഇതൊക്കെ അല്ലേ. ഇത് പുള്ള് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് നമ്മൾ കേട്ടിട്ടുണ്ട്. പുള്ളില് ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത്ര അടുത്താണ് ഏനമാവ്, ഈ ഭാഗത്താണ് മുൻപാണ് നമ്മൾ ഇപ്പോഴാണ് അറിയണത്. നമ്മളിപ്പോ
കാര്യത്തിന് വേണ്ടി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ നമ്മള് വിട്ടുപോയി. 3 വർഷം നമ്മൾ ഇനി പുറകടത്തിൽ നമ്മൾ കണ്ടില്ല. നമ്മള് വെറുതെ എറണാകുളത്ത് പോയി, ആലപ്പുഴ പോയി. എത്ര അടുത്തങ്ങനെ സംഭവം നമുക്ക് അറിയില്ലായിരുന്നു. നമുക്ക് താഴത്തോട്ട് പോകും, അവിടേക്കൊക്കെ ഒന്ന് പോയി നോക്കി നോക്കാം. അവിടെ എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റുമോ, വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാഴ്ചകളുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം. അപ്പൊ അച്ഛാ, നമ്മളിവിടെ നിന്നല്ല ശരിക്കും ആലപ്പുഴ കുമരകത്തിന്റെ ആ ഒരു പ്രതീതി ആ സ്ഥലത്ത് എത്തിയ പോലെ തന്നെ, ശരിക്കും ആ സ്ഥലത്ത് എത്തിയ പോലെ തന്നെ. നമ്മളൊരു മണ്ടത്തിനെ കാണിച്ചു. കാരണം ഇവിടെ നിന്ന് മുൻപുണ്ടല്ലോ മറ്റേ ഒരു ബ്രിഡ്ജ് ഇല്ലേ, അവിടെ കുറച്ച് കയാക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അതിന്റെ ബോട്ടിംഗ് സഫാരിയാണ് പോയത്. അത് ഇങ്ങനെ ആൾക്കാരെ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്നതുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്വയം അത് കയാക്കിങ്ങും സംഭവങ്ങളുണ്ട്. ആ 2 ടൈപ്പ് ഉണ്ട്. കൊള്ളാല്ലേ, എത്ര അടുത്ത് സംഭവം. ഈ ആലപ്പുഴ പോയി കഴിഞ്ഞാൽ, ആലപ്പുഴയെ പോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തും പോയി കഴിഞ്ഞാല് കടപ്പുറത്ത് പോണ ഒരു സ്കൂട്ടർ ഉണ്ട്. ആ സ്കൂട്ടർ നമുക്ക് ഓടിക്കാൻ അറിയിച്ച് നമുക്ക് ഓടിക്കാം, അതല്ലെങ്കിൽ ഒരാൾ ഉണ്ടാവും എന്നിട്ട് നമ്മള് പിന്നിലിരിക്കാം, എന്നിട്ട് ബൈക്ക് ഓടിച്ച് ഇങ്ങനെ കടലിൽ കൂടെ പോകുന്നത് എന്താ രസം സൂപ്പറാണത്. അതുപോലെ ഞാൻ വേറെ കാര്യം പറയാന്ന് വെച്ചാല്, നമ്മുടെ ഈ ചില വീഡിയോകൾ കാണാം, ഈ ചൈനയിലുണ്ടല്ലോ ഇങ്ങനത്തെ പാലുണ്ട്, ഇങ്ങനത്തെ ഒരു പാലാണ്. ആ പാലത്തിന്റെ ഇതിന് ഇരുമ്പിന് പകരം അതിന്റെ അടിയില് ഫുള്ള് ഗ്ലാസ് ആയിരിക്കും. അടിയിൽ നല്ല താഴ്ചയാണ്, വെള്ളമാണ് ജപ്പാനിലൊക്കെ. അതിന്റെ മുകളിൽ നമ്മളായിട്ട് കാല് വെച്ച് അങ്ങനെ പൊട്ടണ പോലെ പ്രകാശനായിട്ട് ചിഹ്നം. ചില വീഡിയോസിലൊക്കെ കാണാം ആൾക്കാരെ അതിന് മുകളിൽ ഇരുന്ന് കരയില് കടഞ്ഞാലില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമല്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോ അത് സിമ്പിൾ അല്ലേ, നമുക്ക് പോകാൻ ഒരു പേടി പേടിക്കാനില്ലല്ലോ നമുക്ക്. അതെ, നമുക്ക് ആ ബോട്ടിനായിട്ട് പോകാൻ പറ്റുമോ നോക്കി നോക്കാം. അപ്പൊ ചൂട് കാരണം നമ്മളൊരു സോഡ കുടിച്ചല്ലേ, ജീരക സോഡ കുടിച്ചു. അതെ, പിന്നെ ഇവിടെ തണുപ്പ് ഉണ്ട്, പിന്നെ കാറ്റ് കണ്ടില്ലേ, ഓപ്പോസിറ്റ് നല്ല കായൽ കണ്ടില്ലേ. അത് തന്നെ ഇവിടെ നിന്ന് അങ്ങനെ കായലുള്ള ചൂടൊന്നും തന്നെ പ്രശ്നം ഉണ്ടാവില്ല. അത് നല്ല സൗകര്യം കണ്ടില്ലേ, ഫാനിന്റെ ആവശ്യമൊന്നുമില്ല, സുഖം. അത് തൊട്ടടുത്ത് കായൽ തന്നെ. അത് ചോദിക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ സോഡ അടിക്കാൻ അടിപൊളി. സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് റിസോർട്ട് താമസിച്ച് കാഴ്ചകളൊക്കെ കണ്ടാൽ പോവാ. അപ്പൊ ഞങ്ങളിവിടെ സോറ് കുടിക്കാണ്ട് വന്നപ്പോ കണ്ട് പരിചയപ്പെട്ട ചേട്ടൻ കേട്ടോ. ചേട്ടന്റെ പേര്? എന്റെ പേര് ജോണി എന്നാണ് ചേട്ടന്റെ പേര്. എത്ര വർഷമായി ഇപ്പൊ ഇവിടെ? കുറേ വർഷമായി ഇവിടെ ജനിച്ച് വളർന്നൊക്കെ. അങ്ങനെ ചേട്ടൻ പറഞ്ഞു ഇവിടെ കടവായിരുന്നു പണ്ട്, അല്ലേ ചാ? പണ്ട് കടവായിരുന്നു വന്നത്, പാലൊക്കെ ഇവിടെ ഇങ്ങനെ സംഭവമുള്ള കാര്യങ്ങൾ ആദ്യമായിട്ടല്ലേ അച്ഛാ? എനിക്ക് അച്ഛൻ എത്ര അറിയായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു, എനിക്ക് പുള്ളിലാണെന്ന് ഞാൻ പുള്ളിൽ ഇങ്ങനെ ഇതൊക്കെ സംഭവങ്ങളുണ്ടെന്ന് കേട്ടു. ഈ ഞാൻ എടുത്തെടുത്ത് എപ്പോഴും പറയുന്നുണ്ട്, ആലപ്പുഴ അതുപോലെ തന്നെ കോട്ടയം, വൈക്കം, അങ്ങനത്തെ കുമ്മനാഭാഗം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ ഇങ്ങനത്തെ വേലി ഉണ്ടല്ലോ, നീല ഷീറ്റ് പിടിച്ചിട്ടുള്ള മതിലുണ്ടല്ലോ, അത് അവിടെ മാത്രം കാണപ്പെടുന്ന സംഭവം. എനിക്കൊരു ഡൗട്ട്, ഇന്നലെ തൊട്ട് തുടങ്ങിയതാ. ഈ കോട്ടയം തൃശ്ശൂരും തിരിഞ്ഞേ ഇല്ലല്ലോ, ഇന്നലെ തൊട്ട് എനിക്ക് ഡൗട്ട് തുടങ്ങി. കുറെ നല്ല വ്യത്യാസമുണ്ട്, ചിലപ്പോ തിരിഞ്ഞുണ്ടാവാം. കാരണം ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ, നിങ്ങൾ കോട്ടയത്തൊക്കെ വന്ന് താമസിച്ച് നല്ലോണം അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ കാലാവസ്ഥ ഇഷ്ടപ്പെട്ട് പ്രണയിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ വ്യത്യാസവും അവിടുത്തെ വ്യത്യാസവും. സമ്മർ ഡേ ഇത് റിസോർട്ട്, ഇതൊക്കെ റിസോർട്ട് ആട്ടത്. അപ്പൊ ഞാൻ ഈ പുഴയിൽ ചെറുതായിട്ടൊന്ന് കുറച്ച് മുട്ടിന് ഇത്ര ചെറിയ രീതിക്കാണെന്ന് ഇറങ്ങി. നല്ല തണുപ്പാട്ടോ, എന്ത് രസം പറയാം, നല്ല തണുപ്പ്. ചെറുതൊന്ന് ഇറങ്ങി നോക്ക്, ഇവിടെ ചെറിയൊരു പടിയൊക്കെ ഉണ്ടല്ലോ, ഒരു പേടിക്ക് ആവശ്യമൊന്നുമില്ല. അതെ 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 അതെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയാണ്. അപ്പൊ നമ്മള് നിക്കണ എന്തായാലും ആലപ്പുഴയിലല്ല, മറക്കണ്ട. അതെ, കുമ്മനല്ല, അതെ എല്ലാം പറയാലോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം കൊള്ളാല്ലേ അച്ഛാ? നമ്മള് അപ്രതീക്ഷിതമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ എന്തോ ടൈം ട്രാവൽ ചെയ്ത് എന്തോ അങ്ങനത്തെ എന്തോ ആണാവോ, ഞങ്ങൾ അറിഞ്ഞില്ല അല്ലേ?
ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഇങ്ങനെ സംഭവം ഇവിടെ എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ നമ്മൾ എത്തിപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ഈ തൂക്കുപാലം കണ്ടപ്പോ നമ്മൾ ആ പാലത്തിൽ കുറെ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി കെട്ടിയ, പക്ഷെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, സുഖമായിട്ട് വണ്ടികൾ. ഉറപ്പില് സ്റ്റീൽ പാലാണ് കേട്ടോ, സ്റ്റീൽ പാലം. അതുപോലെ തന്നെ നമ്മളവിടെ ജോണി ചേട്ടൻ വന്ന ചങ്കാണ്, ചങ്കിടിപ്പാണ് സപ്പോർട്ട് ചെയ്തു. നല്ല കോൺഫിഡൻസ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു പറഞ്ഞു. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടുന്ന കഴിക്കണം. അപ്പൊ ഇത് നമ്മുടെ തൃശ്ശൂർ ഭാഗം. അപ്പൊ ഇനി ഞങ്ങൾ ഈ ആലപ്പുഴ ഒറിജിനൽ അതായത് OG ആലപ്പുഴയ്ക്കും OG കുട്ടനാട് OG കുമരകത്തേക്ക് എന്തായാലും ഞങ്ങൾ പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.